കണ്ണൂർ ജില്ലയിൽ 1681 കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ വെച്ച് 1431 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും 132 കൈവശ രേഖകളും 64 ലാൻഡ് ട്രൈബ്യൂണൽ ദേവസ്വം പട്ടയങ്ങളും 52 ലക്ഷം വീട് പട്ടയങ്ങളും 2 മിച്ചഭൂമി പട്ടയങ്ങളും ഉൾപ്പെടെ 1681 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തൃശൂരിൽ നടന്ന സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായാണ് ജില്ലാതല പട്ടയമേള സംഘടിപ്പിച്ചത്. പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. LDFന്റെ ബദൽനയത്തിൽ ജനങ്ങൾക്കാണ് മുൻഗണന, പാവപ്പെട്ടവർക്കാണ് മുൻഗണന. സാധാരണക്കാരെയാണ് പ്രത്യേകമായി പരിഗണിക്കുന്നത്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും അവഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ശത്രുതാ മനോഭാവത്തോടെ നീങ്ങുന്ന നിലയാണ് ആഗോളവൽക്കരണ നയം അംഗീകരിച്ചവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ വലിയൊരു വിഭാഗം കുടുംബങ്ങൾക്കാണ് ഈ പറയുന്ന ഗുണം ലഭിച്ചിട്ടത് എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോ 5 ലക്ഷം വീടുകള്, 5 ലക്ഷത്തോളം പട്ടയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുടുംബത്തില് 4 പേരെന്ന് കണക്കാക്കിയാൽ കേരളത്തില് 40 ലക്ഷത്തോളം ആളുകൾക്ക് ഈ രണ്ടിന്റെ തന്നെ ഗുണഫലങ്ങൾ ലഭിച്ചു എന്ന് കാണാൻ സാധിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ വി സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കളക്ടർ അരുൺ കെ വിജയൻ, ADM കലാഭാസ്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.